2021 ഫെബ്രുവരി 14 കൊച്ചിൻ റിഫൈനറിയുടെ എക്സ്പാൻഷന്റെ ഇനാഗുറേഷന്റെ സമയത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡി കേരള ഗവൺമെന്റിന് ഒരു എയിംസ് ഓഫർ ചെയ്തിട്ടുള്ളതാണ്. എയിംസിന് വേണ്ടി താഴെ പറയുന്ന നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ഒന്ന്, 200 ഏക്കർ സ്ഥലമുള്ള 3 മുതൽ 4 സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് ഒരു സ്ഥലമാണ് കേന്ദ്ര ഗവൺമെന്റാണ് നിശ്ചയിക്കുന്നത്. രണ്ടാമത്, വാട്ടർ കണക്ടിവിറ്റി വേണം. മൂന്നാമത്, 4 ലൈൻ കണക്ടിവിറ്റി വേണം. 4, ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണം. ഈ പറയുന്ന നിബന്ധനകൾ ഒന്നും പാലിക്കാതെ 151 ഏക്കർ മാത്രമുള്ള കിനാലൂർ മാത്രമേ കേരള ഗവൺമെന്റ് ഇതിനു വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുള്ളെന്നും അത് ഞങ്ങൾക്ക് വിവരാവകാശ രേഖ പ്രകാരം കിട്ടിയിട്ടുള്ളതുമാണ്. ഇതിനെതിരായി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി WPC 23-001/24 ഡേറ്റഡ് 27/3/25 നിബന്ധനകൾ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഈ നിബന്ധനകൾ പാലിച്ചു മാത്രമേ എയിംസ് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉത്തരവായിട്ടുള്ളതാണ്. ഈ നിബന്ധനകളെല്ലാം പാലിക്കുന്ന മേവള്ളൂരിലെ HNLന്റെ പഴയ സ്ഥലമായ ഇപ്പോൾ KPPLന്റെ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനും എല്ലാ ബാക്കിയുള്ള നിബന്ധനകളും പാലിക്കുന്ന 200 ഏക്കർ കൊടുക്കാവുന്നതാണ്. ഈ നിബന്ധനകൾ പാലിക്കാതെ കിനാലൂരിൽ മാത്രം കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. നിയമം വിട്ട് എയിംസിന് കേന്ദ്ര ഗവൺമെന്റിന് സാങ്ഷൻ ചെയ്യാൻ ഹൈക്കോടതിയും അനുവദിക്കുന്നതല്ല.